ഹലോ ഗായ്സ്, A4Bസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂരാണ്. നമ്മളെ ഉണ്ണിക്കുട്ടൻ്റെയും വാവക്കുട്ടൻ്റെയും അത്തയുടെ വീടാണ് കോയമ്പത്തൂർ. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് അവരുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു വിളയാണ്. ഇവിടെ എപ്പോഴും ഭയങ്കര കാറ്റാണ്. അത് മാത്രമല്ല, ഇവിടെ എപ്പോഴും കൊച്ചു 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 ബട്ടർഫ്ലൈസ് ഇങ്ങനെ നിറയെ വരും. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. കണ്ടോ, നിറയെ വരും ബട്ടർഫ്ലൈസ്. ഒരുപാട് നമ്മൾ ഇങ്ങനെ ഈ ബട്ടർഫ്ലൈ ഷോ ഒക്കെ കാണാൻ പോയ പോലത്തെ ഒരു ഫീലാണ് അവിടെ. ബട്ടർഫ്ലൈ ഉണ്ട്. ഇത് ഒരു കുടിൽ പോലെയാണ്. വല്ല വല്ല നവയ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് വീട് വയ്ക്കും. അതാണ് ജോലി. അതാണ് ഇപ്പം നമ്മളെ ഉണ്ണിക്കുട്ടൻ്റെ വളരെ ആധികാരികമായിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അതാണ് കാര്യം. ഇവിടെ ബട്ടർഫ്ലൈസ് കുടുംബത്തോടെ വന്ന് വീട് വെച്ച് താമസിക്കാറാണ് പതിവ്. സീസണാണ്. പിന്നെ എന്തുവാണ്, ഇവിടെ നിറയെ ചെടികളൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന നല്ല ഫാഷനബിളായിട്ടുള്ള നല്ല സൂപ്പർ പൂവൊക്കെ ഉള്ള നല്ല ചെടികളും ഉണ്ട് ഇവിടെ നിറയെ. കണ്ടു എന്തുമാത്രം ബട്ടർഫ്ലൈസാന്ന് നോക്കി, എന്ത് രസമാണ്. നമുക്ക് മൈൻഡിന് നല്ല ഒരു കാമായിട്ടുള്ളൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ വെയിൽ ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ വെയിലും കാണത്തില്ല, നല്ല കാറ്റായിരിക്കും. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം, ഇവിടുത്തെ ഈ ബട്ടർഫ്ലൈസിനെയും ഈ പൂക്കളുള്ള ചെടികളെയൊക്കെ. നിങ്ങൾക്കോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. വെയിൽ ഇച്ചിരി കൂടുതലായപ്പോൾ പിന്നെ നമ്മൾ ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് വന്നു. ഈ കാണുന്നതാണ് പിന്നെ പുള്ളിക്കാരിയുടെ വീട്. ഇത് നമ്മളെ കാറാണ്. അപ്പോൾ ഇവിടെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഇവരെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു പേപ്പർ കോൺ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ദാണ്ടെ ഈ കാണുന്നതാണത്. അവിടെ അതെനിക്കൊരു കൗതുകമായിട്ട് തോന്നി. നിറയെ ഇങ്ങനെ പേപ്പർ കോൺസ് ഉണ്ടാക്കി അവർ വെയിലത്തത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇത് ശാമ്പ്രാണി തിരി പാക്ക് ചെയ്യാനും പിന്നെ എനിക്ക് തോന്നുന്നു പടക്കം പോലുള്ള ഐറ്റങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. അതിനകത്ത് കയറി വീഡിയോ എടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷേ അവരുടെ ഓണർ അവിടെ ഇല്ലാത്തതുകൊണ്ട്, പണിക്കാർ മാത്രമേ ഉള്ളൂ, അവർക്ക് പേടി. അപ്പോൾ അതുകൊണ്ട് അവർ സമ്മതിച്ചില്ല. എന്നാലും പുറമേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തായിരുന്നു. ഇത് ഈ പുള്ളിക്കാരുടെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണിത്. ഇതാ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഈ പേപ്പർ കോൺസ് ഉണക്കാൻ വെച്ചിരിക്കുന്നതിൻ്റെ ആ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന വിളയിലാണ് നമ്മൾ നേരത്തെ ബട്ടർഫ്ലൈസിനെ കാണാൻ പോയത്. അപ്പോൾ കോയമ്പത്തൂർ ഡയറീസ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നമ്മളിന്ന് ഉച്ചയ്ക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു നമ്മളെ നാട്ടിലേക്ക്. അപ്പോൾ നമ്മളെ ദേശീയമ്മയ്ക്ക് ഭയങ്കര വിഷമം. പോണ്ട ഉണ്ണിക്കുട്ടനും വാവക്കുട്ടനെയൊന്നും വിടാൻ അവർക്ക് ഒരു താല്പര്യമില്ല. എന്നാലും നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. ഇതേ കണ്ടില്ലേ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. തമിഴ്നാട്ടിൽ നിറയെ മലകളും പിന്നെ പച്ചപ്പും ഹരിതാപയൊക്കെ വളരെ അധികമുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രത്യേക ഭംഗിയാണ്. തമിഴ്നാടിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ ഒരു പ്രത്യേകതയാണ്. പോകുന്ന വഴിയുമൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. റോഡൊക്കെ നല്ല സെറ്റാണ്. പിന്നെ നിറയെ വിൻഡ് മിൽസൊക്കെ ഒരുപാടുണ്ട്. നമ്മളതൊക്കെ കണ്ടു. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാത്രിയാവും നമ്മളെ നാട് പിടിക്കുമ്പോൾ, അതായത് നമ്മുടെ കുളച്ചിലെത്തുമ്പോൾ. അപ്പോൾ കോയമ്പത്തൂർ 3 ദിവസത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടില്ലേ, സെറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് A4Bസിൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഉണ്ണിക്കുട്ടനെയും വാവക്കുട്ടനെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളെ വീഡിയോസിനെല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യണം, നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.